വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസം പ്രതിസന്ധിയിൽ. സർക്കാർ മാനദണ്ഡങ്ങളിൽ വ്യക്തതയില്ല. ടൗൺഷിപ്പിനുള്ള സമ്മതപത്രം നൽകിയത് 8 പേർ മാത്രം. സഹായം കിട്ടാത്തതിനാൽ ചൂരൽമലയിൽ പ്രതിഷേധം. നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ ആശമാരുടെ വിഷയം ചർച്ചയായില്ല. സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന നിലപാട് മയപ്പെടുത്തി സുരേഷ് ഗോപി. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്നത്. പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും, അതൊക്കെ അവർക്ക് നോക്കണ്ടേ. ഒരു പൈസ പോലും നൽകാൻ ബാക്കിയില്ലെന്ന് കെ സുരേന്ദ്രൻ. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കാതെ പോലീസ്. സർക്കാർ നിലപാട് നിർണായകമാകും. കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് ലീഗ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി. കഴകക്കാരനെ എതിർത്തവരെ സംരക്ഷിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് VN വാസവൻ. ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തിയത് തെറ്റെന്നും മന്ത്രി. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. ക്ഷേത്ര പരിസരത്തും നഗര റോഡുകളിലും പൊങ്കാല അടുപ്പുകൾ നിരന്നു തുടങ്ങി. ചോറ്റാനിക്കര മകം തൊഴൽ അല്പസമയത്തിനകം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് പരാതി. ഗർഭപാത്രം നീക്കുന്ന ശസ്ത്രക്രിയയ്ക്കിടെ കുടൽ മുറിഞ്ഞു. മറ്റൊരു ശസ്ത്രക്രിയ നടത്തിയിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ബലൂചിസ്ഥാൻ വിമതർ. സമവായത്തിന് വഴങ്ങിയില്ലെങ്കിൽ ബന്ദികളെ കൊല്ലും. തട്ടിയെടുത്ത ട്രെയിനിലെ 155 യാത്രക്കാരെ മോചിപ്പിച്ചു. 30 പാക് സൈനികരും 14 വിഘടനവാദികളും കൊല്ലപ്പെട്ടു. ഉപഗ്രഹ ഇന്റർനെറ്റ് രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി ജിയോ. ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്കുമായി കരാറൊപ്പിട്ടു. പ്രധാനമന്ത്രിയുടെ മസ്കുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേരള ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വയനാട് പുനരധിവാസം, വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയവയാണ് ചർച്ചയായത്. എന്നാൽ ആശാ വർക്കർമാരുടെ സമരം കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചില്ല എന്നാണ് സൂചന. കേരള സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചാണ് രാവിലെ 9 മണിയോടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസ് മതിൽക്കെട്ടിലെ കൊച്ചിൻ ഹൌസിലെത്തിയത്. അനൌദ്യോഗിക സന്ദർശനമെന്നാണ് വിശദീകരണമെങ്കിലും കൂടിക്കാഴ്ചയിൽ വയനാട് പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു. പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ടത് പാക്കേജാണെങ്കിൽ കേന്ദ്രം അനുവദിച്ചത് 529 കോടി വായ്പയാണ്. തിരിച്ചടവിന് സാവകാശമുണ്ടെങ്കിലും മാർച്ച് 31 മുൻപ് ചെലവഴിച്ചതിന്റെ കണക്കുകൾ നൽകണമെന്ന നിബന്ധന അപ്രായോഗികമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ച സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകേണ്ടതുണ്ട്. 2ഉം 3ഉം 4ഉം ഘട്ടങ്ങളുടെ വികസനത്തിന് 10,000 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് കേന്ദ്ര സഹായം കൂടിയേ തീരൂ. വിഴിഞ്ഞം പദ്ധതിക്ക് നൽകുന്ന VGF തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം ആശമാർ നേരിടുന്ന പ്രതിസന്ധി മുഖ്യമന്ത്രി ഉന്നയിച്ചില്ലെന്നാണ് സൂചന. ബ്രാൻഡിംഗ് നിബന്ധന പാലിക്കാത്തതിനാൽ പാഴായ തുക സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് എന്നിവർ പങ്കെടുത്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ പ്രതിസന്ധി. ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ ദുരന്തബാധിതർ വിമുഖത കാട്ടുകയാണ്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കാനിരിക്കെ 8 പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത്. സർക്കാർ നൽകുന്ന സഹായം പോരാ എന്നതും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പവുമാണ് ദുരന്തബാധിതർ ഉന്നയിക്കുന്നത്. സർക്കാർ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പടവെട്ടിക്കുന്ന് നിവാസികൾ ചൂരൽമലയിൽ പ്രതിഷേധം നടത്തി. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയോട് ദുരന്തബാധിതർ ആദ്യഘട്ടത്തിൽ വിമുഖത കാണിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് സാഹചര്യം. 7 സെന്റ് ഭൂമിയിൽ വീടെന്ന സർക്കാരിന്റെ നിർദ്ദേശത്തോട് ദുരന്തബാധിതർക്ക് യോജിപ്പില്ല. 10 സെന്റ് ഭൂമിയാണ് ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക സഹായമായി 40 ലക്ഷം രൂപയും. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്നാണ് സർക്കാർ നിലപാട്. സർക്കാരിന്റെ അല്ലാതെ മറ്റ് സംഘടനകൾ നൽകുന്ന ഭവന സഹായം സ്വീകരിച്ചാൽ
സർക്കാർ ധനസഹായം എത്രമാത്രം ലഭിക്കും എന്നതിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സർക്കാർ സഹായം വാങ്ങിയാൽ നിലവിൽ ദുരന്തബാധിത മേഖലയിലുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടമാകുമോ എന്ന ആശങ്കയും ദുരന്തബാധിതർക്കുണ്ട്. സർക്കാർ പുനരധിവാസ പദ്ധതിയോ മറ്റ് സംഘടനകളുടെ പദ്ധതിയിലോ താൽപ്പര്യം ഇല്ലാതെ പോകാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അവർക്ക് എന്ത് സഹായം ലഭിക്കും എന്നതിലും വ്യക്തതയില്ല. ഗുണഭോക്തൃ പട്ടിക പൂർണ്ണമായി ഇപ്പോഴും പുറത്തിറങ്ങാത്ത സാഹചര്യത്തിൽ ഇക്കാരണങ്ങളാൽ ആണ് ദുരന്തബാധിതർ സർക്കാരിനോട് മുഖം തിരിച്ചു നിൽക്കുന്നത്. അതേസമയം അടുത്ത ദിവസം ജില്ലയിലെത്തുന്ന മന്ത്രി കെ രാജൻ വിഷയങ്ങളിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷ. അതിനിടെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പടവെട്ടിക്കുന്ന് നിവാസികൾ ചൂരൽമലയിൽ സൂചനാ സമരം നടത്തി. ദുരന്തം നേരിട്ട് ബാധിക്കാത്ത മേഖലയാണ് പടവെട്ടിക്കുന്ന്. അതിനാൽ ഈ മേഖലയിൽ ഉള്ളവരെ ഗുണഭോക്തൃ പട്ടികയിൽ സർക്കാർ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പ്രദേശത്തെ ഒറ്റപ്പെടുത്തിയെന്നും ഇവിടെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്നുമാണ് ദുരന്തബാധിതരുടെ നിലപാട്. മാർച്ച് 27 മുമ്പ് ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ രമ്യമായി പരിഹരിക്കും എന്നതാണ് സർക്കാരിന് മുന്നിലെ ഇപ്പോഴത്തെ വെല്ലുവിളി. ന്യൂസ് 18 വയനാട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമന വിവാദത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ മന്ത്രി വി.എൻ. വാസവൻ ജാതി വിവേചനം കാട്ടിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ജീവനക്കാരനെ മാറ്റിയ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. അതേസമയം കഴകം ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് B.A. ബാലു ദേവസ്വം ബോർഡിന് നൽകിയ കത്ത് ഇന്ന് ചേരുന്ന ബോർഡ് യോഗം ചർച്ച ചെയ്യും. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം നിയമസഭയിലും ചർച്ചയായി. AP അനിൽകുമാറിന്റെ സബ്മിഷന് മന്ത്രി വി.എൻ. വാസവന്റെ മറുപടി ഇങ്ങനെ: കഴകം ജോലിക്കെത്തിയ ജീവനക്കാരനോട് ജാതി വിവേചനം കാട്ടിയവർക്കെതിരെ നടപടിയെടുക്കേണ്ടതിനു പകരം ജീവനക്കാരനെ മാറ്റുകയാണുണ്ടായത്. ഇത് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നടപടിയുണ്ടാകും. ക്ഷേത്രത്തിൽ ശുദ്ധികലശം ചെയ്തത് അങ്ങേയറ്റം തെറ്റെന്നും മന്ത്രി. നിയമിതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബോർഡല്ല ഈ കാര്യത്തിൽ അയാളെ OA-ആക്കി മാറ്റിയത്, മറിച്ച് അഡ്മിനിസ്ട്രേറ്ററാണ്. ആ കാര്യത്തിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെയർമാൻ അല്ല ചെയ്ത് അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം. അത് പരിശോധിക്കും നമ്മൾ പറയുന്നത്. അയിത്തവും അനാചാരവും തിരിച്ചെത്തിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കൂടൽമാണിക്യത്തിലെ തന്ത്രിമാരുടെ തന്ത്രവിദ്യകൾ ഇപ്പോഴും തുടരുന്നു. ഇതിനെതിരെ കേരളം ജാഗ്രത പുലർത്തണം. സാർ, ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ കൂടൽമാണിക്യത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി, കേരളമാകെ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായിട്ടുള്ള, അന്യായങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതേസമയം കഴകം ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് B.A. ബാലു ദേവസ്വം ബോർഡിന് കത്ത് നൽകി. കഴകം ജോലി തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ട് വാര്യർ സമാജവും രംഗത്തു വന്നു. ദേവസ്വം റിക്രൂട്ട്മെന്റ് പരീക്ഷ പാസായ B.A. ബാലുവിനെ ഫെബ്രുവരി 24-നാണ് കഴക തസ്തികയിൽ നിയമിച്ചത്. വാര്യർ സമാജവും തന്ത്രി സമാജവും ഇതിൽ എതിർപ്പുയർത്തി. ഉത്സവവും പ്രതിഷ്ഠാദിനവും വരുന്നതിനാൽ പൂജയെ ബാധിക്കുമെന്നായിരുന്നു വാദം. തുടർന്ന് ബാലുവിനെ കഴക ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റി. ഓഫീസ് ക്രമീകരണമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ വനം വകുപ്പ്. പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി എടുത്തു കളയാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശുപാർശ നൽകിയിട്ടുണ്ട്. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലെ കൃഷിയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ജനതാൽപര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ പറഞ്ഞിരുന്നു. എല്ലാ പാർട്ടികളുമായും ആലോചിച്ചാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈകാരികമായി എടുത്തതല്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലെത്തിയതുകൊണ്ടാണ് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരം നിലപാടിലേക്ക് എത്തിയതെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. 20 പേർ അടങ്ങുന്ന എംപാനൽ ഷൂട്ടർമാരെ ജനവാസ മേഖലയിൽ എത്തുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചിടാൻ 20 പേർ അടങ്ങുന്ന എംപാനൽ ഷൂട്ടർമാരെ നിയോഗിക്കാനും പഞ്ചായത്ത് തീരുമാനമെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് ഭരണഘടനാ വിരുദ്ധവും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതുമാണെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 1972 നിയമപ്രകാരമുള്ള ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി എടുത്തുകളയാനും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ളതാണെന്ന് കാണിച്ച് അഡ്വക്കേറ്റ് TS സന്തോഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് വനം വകുപ്പ് റിപ്പോർട്ട് നൽകിയത്. ന്യൂസ് 18 കോഴിക്കോട്.
ലവ് ജിഹാദ് പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം നീളും. യൂത്ത് ലീഗ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഹൈക്കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടി. സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനവും ഇക്കാര്യത്തിൽ പ്രധാനമാണ്. PC ജോർജ് നടത്തിയ ലവ് ജിഹാദ് പരാമർശത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടി കാത്തിരിക്കുകയാണ് പോലീസ്. അതിനിടെയാണ് കോടതിയെ സമീപിക്കാനുള്ള യൂത്ത് ലീഗിന്റെ തീരുമാനം. പോലീസ് കേസെടുത്തില്ല എങ്കിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകാനാണ് യൂത്ത് ലീഗിന്റെ ആലോചന. അതേസമയം ലീഗിന്റെ നീക്കങ്ങൾ ജോർജിന് തന്നെ നേട്ടമായി മാറുമോ എന്ന ചിന്ത UDF-ലുണ്ട്. കേസെടുത്ത് ജോർജിനെ അറസ്റ്റ് ചെയ്താൽ ഇത്തവണ സംഘപരിവാർ ഒന്നടങ്കം ജോർജിന് വേണ്ടി രംഗത്തിറങ്ങും. ഇതിന്റെ രാഷ്ട്രീയ നേട്ടം BJP കൊയ്യുമെന്നാണ് വിലയിരുത്തൽ. ജോർജിനെതിരെ കേസെടുത്തില്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ പ്രക്ഷോഭം ശക്തമാക്കും. CPM BJP ബന്ധം ആരോപിച്ചുകൊണ്ടാകും പ്രചാരണം. ഏതായാലും ജോർജിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ രാഷ്ട്രീയ തീരുമാനവും പ്രധാനമാണ്. ന്യൂസ് 18 കോട്ടയം. ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണമാണ്. നാളെ രാവിലെ 9:45-ന് ശുദ്ധ പുണ്യാഹത്തോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ തുടങ്ങും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേവീ സന്നിധിയിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ്. ചരിത്രപ്രസിദ്ധമായ മകം തൊഴലിന് ചോറ്റാനിക്കര ഒരുങ്ങി. ഉച്ചയ്ക്ക് 2 മണിയോടെ ക്ഷേത്രനട മകം തൊഴലിനായി തുറക്കും. ഓണക്കുറ്റിച്ചിറയിൽ നിന്നുള്ള ആറാട്ടും പറയെടുപ്പും 7 ആനകളെ നിരത്തിയുള്ള മകം എഴുന്നള്ളിപ്പും പൂർത്തിയായി. മകം തൊഴലിന് മുൻപ് ദേവിയെ ഒരുക്കാനായി നടയടച്ചു. കൃത്യം 2 മണിക്ക് തന്നെ ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തവണ ഏകദേശം 1.5 ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കി നൽകിയിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ഭക്തർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ദേവിയെ ദർശിച്ച് മടങ്ങുന്നതിന് വേണ്ടി പന്തൽ, ബാരിക്കേഡുകൾ, സുരക്ഷയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ വരെ നിയമിച്ചിട്ടുണ്ട്. ഏകദേശം 800-ലധികം പോലീസുകാരാണ് ചോറ്റാനിക്കരയുടെ വിവിധ ഇടങ്ങളിലായി ഉള്ളത്. ഇവർക്ക് ഇപ്പോൾ വലിയ ചൂടാണ്. ചൂട് കാലമായതിനാൽ ആളുകൾക്ക്, ഈ ഭക്തർക്ക് മണിക്കൂറുകൾ കാത്തിരുന്ന് ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം, കുടിവെള്ളം, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മോരുവെള്ളം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഭക്തർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ദേവിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ വോളണ്ടിയർമാരുണ്ട്. അവരാണ് ഈ വെള്ളം ഇവിടെ ആവശ്യമുള്ള ഭക്തർക്കായി എത്തിച്ചു നൽകുന്നത്. രാവിലെ മുതൽ ഇവിടെ വന്ന് നിൽക്കുന്നവരുണ്ട്. കാരണം ആദ്യം തന്നെ ദേവിയെ കണ്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിനകത്ത് നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരുമൊക്കെയുണ്ട്. വലിയ വിശ്വാസമാണ് ഈ മകം തൊഴൽ. അതായത് ഒരു മകം തൊഴൽ കണ്ട് ദേവിയെ, നമ്മുടെ ആഗ്രഹം എന്താണോ ദേവിയോട് പ്രാർത്ഥിച്ചാൽ അടുത്ത മകം തൊഴലിന് മുൻപായി അത് കാര്യം സാധിക്കുമെന്നൊരു വിശ്വാസമാണ്. 7ഉം 8ഉം തവണ ദേവിയെ കണ്ട് മടങ്ങുന്നവരുണ്ട്. അത്രയേറെ വിശ്വാസമാണ്. ഓരോ വർഷം കഴിയുന്തോറും ഇവിടെ എത്തുന്നവരുടെ, ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ ഓരോരുത്തരായിട്ട് ചോദിക്കാം. ചേച്ചി എവിടെന്നാ വരുന്നത്? തൃശ്ശൂരിന്ന്. രാവിലെ വന്നോ? രാവിലെ വെളുപ്പാങ്കാലത്ത് 12:30 ഇവിടെ എത്തി. എല്ലാ വർഷവും വരാറുണ്ട്. എത്രാമത്തെ തവണയാ? ഇവിടെ 10-20 കൊല്ലായി. ഞാനിപ്പോ 5 കൊല്ലായി. അത്രയ്ക്ക് വിശ്വാസം. പ്രാർത്ഥിച്ചതെല്ലാം നടക്കുന്നുണ്ട്. 20 വർഷമായിട്ട് വരുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട്. 20 വർഷമായി. അത്രയേറെ വിശ്വാസമാണ് ദേവി. തൃശ്ശൂരിന്ന് രാവിലെ ഞങ്ങൾ 12:30 എത്തി. ആദ്യം തന്നെ ദേവിയെ കണ്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് ഇത്രയേറെ ഒരു, എങ്ങനെ ആദ്യം ഇവിടേക്ക് വന്നത് എപ്പോഴായിരുന്നു? ആദ്യം ഞങ്ങളൊരു 20 കൊല്ലം മുമ്പ് വന്നു. അതിനുശേഷം ഞങ്ങള് ഒരുപാട് വിഷമങ്ങളായിട്ട് വന്നു. അതെ. അമ്മ അതാത് കൊല്ലം ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങളുടെ ആവശ്യപ്പെട്ടത് ഒന്നും നടത്തി തരാതിരുന്നിട്ടില്ല. എല്ലാ കൊല്ലവും കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് വെളുപ്പാങ്കാലത്ത് തന്നെ ഞങ്ങളിവിടെ വന്നിരിക്കും. ചൂടും തളർച്ചയും വിശപ്പും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ
അത്രയേറെ വിശ്വാസമാണ് ആളുകൾക്ക്. 20 വർഷമായി ഇവിടെ എത്തുന്നവരുണ്ട്. പുലർച്ചെ 12 മണിക്കൊക്കെ ഇവിടെ എത്തി, ഇവിടെ നിന്ന് ആഹാരം പോലും കഴിക്കാതെ ദേവിയെ കണ്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയേറെ വിശ്വാസമാണ് ആളുകൾക്ക്. എന്നാലും ഇത്തവണയും വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആളുകൾക്ക് കുടിവെള്ളം, ഒപ്പം ചൂട് കൂടി വരുന്ന സാഹചര്യമായതിനാൽ വിഷറി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആളുകൾക്ക് സ്വസ്ഥമായി ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചു മടങ്ങാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ആശാ വർക്കർമാരുടെ പണം നൽകാത്തതിനെ ചൊല്ലി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകിയെന്ന് നിലപാടെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പണം നൽകാത്തതിന് ആരെയും കുറ്റപ്പെടുത്താനില്ലെന്ന് പറഞ്ഞ് ഇന്ന് നിലപാട് മയപ്പെടുത്തി. ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രിയുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ പക്ഷേ ആശാ സമരം ചർച്ചയായില്ല. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ടാണ് പണം നൽകാത്തതെന്ന് കേന്ദ്രവും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും പണം കിട്ടിയില്ലെന്ന് കേരളവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിനെതിരെ കടുത്ത നിലപാടെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ വീണ്ടും ആശാ സമരപ്പന്തലിലെത്തി. പക്ഷേ മുൻ നിലപാട് മയപ്പെടുത്തി. പണം കിട്ടാത്തതിന് ആരെയും കുറ്റപ്പെടുത്താനില്ലെന്ന് നിലപാട്. സംസ്ഥാനം ഇപ്പോഴും ഒരു അനങ്ങാപ്പാറ നയത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പറയണ്ട, അവരതിന്റെ സമയം എടുക്കും. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്നത്. പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും, അതൊക്കെ അവർക്ക് നോക്കണ്ടേ. ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ 636 കോടി കേന്ദ്രം തരാനുണ്ടെന്നാണ് സംസ്ഥാനം പറയുന്നത്. ബ്രാൻഡിംഗ് തർക്കത്തിൽ കുടുങ്ങിയ കാലഘട്ടത്തിലെ കുടിശ്ശികയാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രിമാരുടെ വിശദീകരണത്തിൽ ഈ തുക ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല. ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ വലിയ പ്രതീക്ഷയോടെയാണ് ആശാപ്രവർത്തകർ കണ്ടിരുന്നത്. പക്ഷേ ഈ ചർച്ചയിൽ ആശാ സമരം വിഷയമായില്ല. കേരളം കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് BJP ആരോപിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ കാര്യത്തിൽ തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ, മന്ത്രിമാർ, MP-മാർ പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിന് കേന്ദ്രം പണം നൽകാനുള്ളത് കൊണ്ടാണ് ആശാ വർക്കർമാരുടെ വേതന കാര്യത്തിൽ തടസ്സമുണ്ടായത് എന്നുള്ള വ്യാജ പ്രചരണം ആവർത്തിച്ചവർ നടത്തുകയുണ്ടായി. നാളെ സമരപന്തലിന് മുന്നിൽ പ്രതിഷേധ പൊങ്കാലയിടുമെന്ന വാർത്ത സമരക്കാർ നിഷേധിച്ചു. സമരത്തിന് മറ്റൊരു രാഷ്ട്രീയ മുഖം കൈവരുമെന്നത് മുന്നിൽ കണ്ടാണ് ആശാപ്രവർത്തകരുടെ ഈ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം കളമശ്ശേരിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 കുട്ടികളിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നുള്ള വ്യാജ പ്രചരണം തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യാജ പ്രചരണം. ക്ഷമിക്കണം, തെറ്റായ വാർത്ത കാണിച്ചതിൽ ക്ഷമിക്കണം. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ തീവ്രവാദികൾ തട്ടിയെടുത്ത ട്രെയിനിൽ നിന്ന് 155 യാത്രക്കാരെ രക്ഷപ്പെടുത്തി. 400ഓളം യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. രക്ഷാശ്രമത്തിനിടെ 27 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. തീവ്രവാദികൾ തട്ടിയെടുത്ത ട്രെയിനിലെ ബാക്കി യാത്രക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ട്രെയിൻ തട്ടിയെടുത്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏറ്റുമുട്ടൽ തുടരുന്നു. നിലവിൽ 155 യാത്രക്കാരെ രക്ഷപ്പെടുത്തി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതായി പാകിസ്ഥാൻ റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ 27 തീവ്രവാദികൾ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട്. ട്രെയിനിലുണ്ടായിരുന്ന 30 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊലപ്പെടുത്തിയെന്ന് BLA അവകാശപ്പെടുന്നു. എന്നാൽ ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇതിനിടെ ചൈനയുമായി ചേർന്ന് തങ്ങളെ നേരിടാനാണ് തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് BLA മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോയും പുറത്തുവിട്ടു. Our attack was very clear. It was a simple and clear message to China and Pakistan to withdraw immediately from Balochistan. പാകിസ്ഥാനിലെ കൊറ്റയിൽ നിന്നും പെഷവാറിലേക്കുള്ള യാത്രാമധ്യേ വിജനമായ സ്ഥലത്തെ തുരങ്കത്തിന് സമീപത്ത് വെച്ചാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിൻ തട്ടിയെടുത്ത് യാത്രക്കാരെ ബന്ദികളാക്കിയത്. ബലൂചിസ്ഥാൻ പ്രത്യേക രാജ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സായുധ പോരാട്ടം നടത്തുന്ന തീവ്രവാദി ഗ്രൂപ്പാണ് BLA. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കാത്തിരിപ്പിനൊടുവിൽ സ്റ്റാർ ലിങ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് ഇന്ത്യയിലും എത്തുന്നു. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ജിയോ കരാറിൽ ഒപ്പിട്ടു. വേഗത കൂടിയ ഇന്റർനെറ്റ് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ വഴിയൊരുക്കുന്നതാണ് പുതിയ കരാർ.
രാജ്യത്ത് ഇന്റർനെറ്റ് വിപ്ലവം സാധ്യമാക്കിയ ജിയോയുടെ പുതിയ നീക്കം ഇലോൺ മസ്കുമായി ചേർന്നാണ്. മസ്കിന്റെ സ്റ്റാർലിങ്കും ജിയോയുമായി ചേർന്നാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കുന്നത്. രാജ്യത്ത് പുതിയ കണക്ടിവിറ്റി വിപ്ലവത്തിന് ഈ സഖ്യം വഴിവെച്ചേക്കും. കൂടുതൽ വേഗതയിലുള്ള ഇന്റർനെറ്റ് കുറഞ്ഞ ചെലവിൽ സാധ്യമാക്കുന്നതാണ് ഈ പദ്ധതി. സ്റ്റാർലിങ്ക് സേവനങ്ങൾ ജിയോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാക്കുന്നത് പുതിയ പങ്കാളിത്തത്തിന്റെ ഭാഗമാണ്. രാജ്യത്തെ അതിവിദൂര ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലുമെല്ലാം ഉപഗ്രഹ ഇന്റർനെറ്റ് ഇനി മുതൽ ലഭ്യമാകും. 2022 മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവേശിക്കാൻ ഇലോൺ മസ്കിന്റെ കമ്പനി ലക്ഷ്യമിടുന്നു. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിരുന്നില്ല. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇലോൺ മസ്ക് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് സ്റ്റാർലിങ്കിന് വഴി തുറന്നത്. ജിയോയ്ക്ക് പുറമെ രാജ്യത്തെ മുൻനിര ടെലികോം ഓപ്പറേറ്ററായ എയർടെല്ലും സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. വാഹനാപകടത്തിൽ പരുക്കേറ്റ AR നഗർ സ്വദേശിനി പട്ടേരി വീട്ടിൽ ഉഷയ്ക്കാണ് ചികിത്സ കിട്ടാതെ മടങ്ങേണ്ടി വന്നത്. പരുക്കേറ്റ കാലിന് കടുത്ത വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറായില്ലെന്ന് ഉഷ പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28 രാത്രിയാണ് ഉഷയ്ക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റത്. 10:50 ഉഷയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. 25 മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകാൻ ഡോക്ടർമാർ തയ്യാറായില്ല. ഇതോടെ രോഗിക്കൊപ്പം വന്നവർ ഡോക്ടറോട് തർക്കിക്കുന്നതും CCTVയിൽ കാണാം. പിന്നെയും ആശുപത്രിയിൽ തുടർന്ന ഉഷ ചികിത്സ ലഭിക്കാതെ വന്നതോടെ 11:16 ആശുപത്രി വിട്ടു. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോ മറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ കുറേ 1 മണിക്കൂർ നിന്നു. അപ്പോൾ ഡോക്ടർ നോക്കാൻ വന്നില്ല, വേദന സഹിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്ററോട് പറയുന്നുണ്ട് ഒന്ന് ഡോക്ടറോട് നോക്കാൻ വരാൻ. അപ്പോൾ ഡോക്ടർ വന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ വേറെ ഹോസ്പിറ്റലിൽ പോയി. കാലില് ബ്ലഡ് വന്നിരുന്നു. പിന്നെ നല്ല വേദന സഹിച്ചിട്ടാണ് അവിടെ നിന്നത്. സിസ്റ്ററോട് കുറെ പറഞ്ഞേ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ വിളിച്ചില്ല. അപ്പൊ സിസ്റ്റർ ഇപ്പൊ വരും പറഞ്ഞ അങ്ങനെ കുറെ നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയത്. ചികിത്സ നിഷേധവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതേ ആശുപത്രിക്കെതിരെ ഉയർന്നിട്ടും ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. ഇവിടെ രാത്രി ഡ്യൂട്ടിയിലുള്ള വനിതാ ഡോക്ടർക്ക് പകരം സർക്കാർ സർവീസിൽ തന്നെയുള്ള ഭർത്താവ് ഡ്യൂട്ടി ചെയ്യുന്നതായുള്ള പരാതിയും ഉയർന്നിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം പ്രതികരിക്കാം എന്നാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. എറണാകുളം കളമശ്ശേരിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 കുട്ടികളിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗവും അറിയിച്ചു. കടുത്ത തലവേദനയും ഛർദിയും പനിയുമായി കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ മസ്തിഷ്ക ജ്വരമാണെന്ന സംശയം തോന്നിയിരുന്നു. സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചെങ്കിലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കൂടി സ്ഥിരീകരണം വരാനുണ്ട്. 5 കുട്ടികൾക്കാണ് ഇതിന്റെ സിംറ്റംസ് കാണിച്ചിട്ടുള്ളത്. അത് പരിശോധനാ റിപ്പോർട്ടുകളൊന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ആ പരിശോധനാ റിപ്പോർട്ടുകൾ ലഭ്യമായാൽ മാത്രമാണ് ഈ രോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സ്കൂൾ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടതായും പ്രിൻസിപ്പാൾ അറിയിച്ചു. അപ്പം നമുക്ക് നിലവിൽ പുതിയ കേസൊന്നും വന്നിട്ടില്ല. നമുക്ക് 10-ാം തീയതി ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. ഒരു കുട്ടിക്ക് ഇങ്ങനെ മെനിഞ്ചൈറ്റിസ് ആണെന്ന് പേരൻറ്റിൻ്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 11-ാം തീയതി നമുക്ക് 1-2 മെസ്സേജസും കൂടെ അതേപോലെ തന്നെ സിമിലർ സിംറ്റംസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ താൽക്കാലികമായിട്ട് സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. 2 വിദ്യാർത്ഥികൾ കൂടി രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് ആശ്വാസകരമാണ്. ന്യൂസ് 18 കൊച്ചി.
ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഗ്രാമ്പി LP സ്കൂളിന് അവധി നൽകി. കടുവയെ നിരീക്ഷിക്കുന്നതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്ററിനറി സംഘവും പ്രദേശത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണ്. ഗ്രാബിയിലെ തോട്ടം മേഖലയിൽ തുടർച്ചയായി 2 ദിവസം കടുവയെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്രാബി സ്കൂളിന് സമീപ മേഖലയിലും കടുവ എത്തിയിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെ കണ്ടു. ഇതോടെയാണ് കടുവയെ പിടികൂടാൻ ഇന്നലെ രാത്രി കൂട് സ്ഥാപിച്ചത്. എന്നാൽ ഇന്നലെ കടുവയെ കണ്ട ഭാഗത്തു നിന്നും നിലവിൽ കടുവ മാറിയിട്ടുണ്ട്. എവിടെയെന്ന് കണ്ടെത്താൻ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. നമ്മൾ ഇന്നലെ രാത്രി ഒരു 8:30-9 മണിയോടുകൂടി കൂടെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നലത്തെ ഫുൾ ടൈം നമ്മുടെ സർവൈലൻസിൽ കടുവ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പക്ഷേ കൂട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യാണ്. നമ്മൾ തെർമൽ വെച്ച് നോക്കും. അപ്പോൾ കറന്റ് ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എൻ്റെ ഏരിയ ഒന്ന് കോമ്പ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കടുവയ്ക്ക് പരിക്കുണ്ട് എന്നും അവശനാണ് എന്നുമാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. പിടികൂടി ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഉൾവനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ സാധ്യത തെളിയുകയാണ്. സൗദി അറേബ്യയിൽ നടന്ന അമേരിക്ക-യുക്രൈൻ ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചു. ഇനി പന്ത് റഷ്യയുടെ കോർട്ടിലാണെന്ന് അമേരിക്കയും പ്രതികരിച്ചു. 3 വർഷം പിന്നിട്ട റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് അവസാനമാകുമെന്ന് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ നീക്കങ്ങൾ. സൗദി അറേബ്യയിൽ നടന്ന ചർച്ചയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ യുക്രൈൻ അംഗീകരിച്ചു. റഷ്യയുടെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അമേരിക്ക വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചത്. ഇതിലാണ് ലോകത്തിന്റെ പ്രതീക്ഷ. എന്നാൽ നിലവിൽ റഷ്യൻ അധീനതയിലുള്ള യുക്രൈന്റെ ഭാഗങ്ങളുടെ നിയന്ത്രണമടക്കം ഇരു രാജ്യങ്ങളും യോജിക്കുന്ന വ്യവസ്ഥകൾ സാധ്യമാകുമോ എന്ന ആശങ്കയും ഒപ്പമുണ്ട്. കലഹത്തിൽ കലാശിച്ച ട്രംപ് സെലൻസ്കി ചർച്ചയെ തുടർന്ന് നിർത്തിവെച്ച യുക്രൈനുള്ള സഹായങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് അമേരിക്കയും അറിയിച്ചു. യുക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ വിവരങ്ങളും അമേരിക്ക തുടർന്നും നൽകും. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,065, പവന് 64,520. 18 ക്യാരറ്റ് ഗ്രാമിന് 6,650, പവന് 53,200. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.